നമസ്തേ, आप सभी का हमारे ചാനൽ पर ഹാർദിക് സ്വാഗതം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കുറച്ച് നാളായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട്, അപ്പോൾ കണ്ടിന്യൂസ് ആയി വീഡിയോ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജ്ഞാനപീഠ പുരസ്കാരമാണ് കേട്ടോ. അപ്പോൾ ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ജ്ഞാനപീഠ പുരസ്കാരം എന്ന് ആദ്യം മനസ്സിലാക്കി വെക്കണം. ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറഞ്ഞാൽ സാഹിത്യ മേഖലയിൽ ഇന്ത്യയിൽ നൽകി വരുന്ന പരമോന്നത പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം കേട്ടോ. സാഹിത്യ മേഖലയിലാണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകി വരുന്നത്. പിന്നെ ജ്ഞാനപീഠ പുരസ്കാരം സ്ഥാപിച്ചത് 1965 വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 1965 ജ്ഞാനപീഠ പുരസ്കാരം സ്ഥാപിച്ചുള്ളത്. ഇന്ത്യയിലെ 22 ഭാഷകളിലും ഉള്ള സാഹിത്യ സംഭാവനകൾക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകി വരുന്നത്. അതായത് ഇന്ത്യയിലെ എല്ലാ ഭാഷകളും, അതായത് 22 ഭാഷകളുണ്ട്, ആ എല്ലാ ഭാഷകളിലുമുള്ള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനകൾക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകി വരുന്നത്. പിന്നെ ജ്ഞാനപീഠ പുരസ്കാരത്തിൻ്റെ തുക എന്ന് പറയുന്നത് 11 ലക്ഷം രൂപയും പിന്നെ പ്രശസ്തി പത്രമുണ്ട്, അതേപോലെ ഒരു ശില്പവും കൂടിയുണ്ട്. അപ്പോൾ ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറയുന്നത് 11 ലക്ഷം രൂപയും അതിൻ്റെ ഒപ്പം ഒരു പ്രശസ്തി പത്രമുണ്ട്, അതിൻ്റെ കൂടെ ഒരു ശില്പമുണ്ട്. ഈ 3 കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഓർത്ത് വെക്കണം കേട്ടോ. 11 ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത്, കൂടെ പ്രശസ്തി പത്രമുണ്ട്, പിന്നെ ശില്പവുമുണ്ട്. ഈ 3 അടങ്ങുന്നതാണ് ജ്ഞാനപീഠ പുരസ്കാരം. അപ്പോൾ നമ്മൾ പറഞ്ഞു 1965 ജ്ഞാനപീഠ പുരസ്കാരം സ്ഥാപിച്ചത്. ആദ്യമായിട്ട് ജ്ഞാനപീഠം ലഭിച്ച സാഹിത്യകാരൻ ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മലയാളം എഴുത്തുകാരൻ കൂടിയായിട്ടുള്ള ജി ശങ്കരക്കുറുപ്പിനാണ് ആദ്യമായിട്ട് ജ്ഞാനപീഠം ലഭിച്ചത് അല്ലേ. 1965 തന്നെ മലയാളം എഴുത്തുകാരനായിട്ടുള്ള ജി ശങ്കരക്കുറുപ്പിന് ഓടക്കുഴൽ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ചത്. അതൊന്ന് എല്ലാവരും പഠിച്ചു വെക്കുക. അതേപോലെ ജ്ഞാനപീഠം ലഭിച്ച പ്രഥമ മഹിളാ എഴുത്തുകാരി ആരാണെന്ന് ചോദിച്ചാൽ ആശാപൂർണ ദേവിയാണ് നമ്മൾ ആൻസർ പറയേണ്ടത്. ആരാണ്? ആശാപൂർണ ദേവി, ബംഗ്ല എഴുത്തുകാരിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ജ്ഞാനപീഠം കിട്ടിയത് ജി ശങ്കരക്കുറുപ്പിനാണ്. അവസാനം, അതായത് ഇപ്പോൾ നമുക്ക് ജ്ഞാനപീഠം കിട്ടിയത് ആർക്കാണ്? വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് ലേറ്റസ്റ്റ് ആയിട്ട് ജ്ഞാനപീഠം ലഭിച്ചത്. ഹിന്ദി എഴുത്തുകാരനാണ് കേട്ടോ. ആദ്യം ലഭിച്ചത് മലയാളം എഴുത്തുകാരനായിട്ടുള്ള ജി ശങ്കരക്കുറുപ്പിന്, അവസാനം ലഭിച്ചത് ഹിന്ദി എഴുത്തുകാരനായിട്ടുള്ള, അതായത് ഇപ്പം 2025 ലഭിച്ചത് അല്ലേ, വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് ലഭിച്ചത്. പിന്നെ ആദ്യം ലഭിച്ച മഹിളാ എഴുത്തുകാരി ആരാണെന്ന് ചോദിച്ചാൽ, ജ്ഞാനപീഠം ലഭിച്ച ആദ്യ മഹിളാ എഴുത്തുകാരി ആരാണെന്ന് ചോദിച്ചാൽ ആശാപൂർണ ദേവിയാണ് നമ്മൾ ഉത്തരം പറയേണ്ടത്. ഇനി നമുക്ക് ഹിന്ദിയിലെ ആദ്യം ലഭിച്ചത് ആർക്കാണ് എന്നൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 1968 ഹിന്ദിക്ക് ആദ്യമായിട്ടൊരു ജ്ഞാനപീഠം ലഭിക്കുന്നത്. അതാരിലൂടെയാണ് ലഭിച്ചത്? സുമിത്രാനന്ദൻ പന്തിലിനാണ് ലഭിച്ചത് അല്ലേ. സുമിത്രാനന്ദൻ പന്തിലൂടെയാണ് ഹിന്ദിയിൽ ആദ്യമായിട്ടൊരു ജ്ഞാനപീഠം ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ കൃതിയായിട്ടുള്ള ചിദംബര എന്ന കൃതിക്കാണ് ജ്ഞാനപീഠം ലഭിച്ചത്. നെക്സ്റ്റ് ലഭിച്ചത് രാംധാരി സിംഗ് ദിൻകർ. അപ്പോൾ നമ്മുടെ ദ്വിതീയ രാഷ്ട്രകവി എന്നറിയപ്പെടുന്ന രാംധാരി സിംഗ് ദിൻകറിനാണ് രണ്ടാമത് ജ്ഞാനപീഠം ലഭിച്ചത്. ഹിന്ദിയിലാണ് കേട്ടോ. 1972 വർഷം വരുന്നത്. ഉർവശി എന്ന കൃതിക്കാണ്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു, ചിലവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കൃതിക്കായിരിക്കും, ചിലവർക്ക് സമഗ്ര സംഭാവനകൾക്കായിരിക്കും. അപ്പോൾ ഫേമസ് ആയിട്ടുള്ള റൈറ്റിങ്സ് ഞാൻ പറഞ്ഞല്ലോ, ഫേമസ് ആയിട്ടുള്ള നോവലോ മഹാകാവ്യമോ അതിനൊക്കെ ആയിരിക്കും ജ്ഞാനപീഠം ലഭിക്കുന്നത്. ചിലർക്ക് സമഗ്ര സംഭാവനകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ പന്തിനെ നമുക്ക് ഓർക്കാൻ ചിദംബരമുണ്ട്, ദിൻകറിനെ ഓർക്കാൻ ഉർവശിയുണ്ട്. അപ്പോൾ ദിൻകർ, ഉർവശി, പന്ത്, ചിദംബര അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്ത് വെക്കുക. മൂന്നാമതായിട്ട് ഹിന്ദിയിൽ ലഭിച്ചത്
സച്ചിദാനന്ദ് ഹീരാനന്ദ് വാത്സ്യായൻ അഗ്ഗേജിക്കാണ്. നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ കൃതി ഏതാണ്? കിത്തനി നാവ് മേം കിത്തനി ബാർ. കിത്തനി നാവ് മേം കിത്തനി ബാർ എന്ന കൃതിക്ക് 1978 ലഭിച്ചത്. നാലാമതായിട്ട് മഹാദേവി വർമ്മയ്ക്കാണ് 1982 യാമ എന്ന കൃതിക്കാണ് ലഭിച്ചത്. അഞ്ചാമതായിട്ട് നരേഷ് മെഹ്തക്കാണ് 1992 അത് ലഭിച്ചിട്ടുള്ളത്. പ്രത്യേക കൃതിക്കല്ല, സമ്പൂർണ്ണ സാഹിത്യം, അതായത് സമഗ്ര സംഭാവനകൾ, സമ്പൂർണ്ണ സാഹിത്യത്തിനാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പോൾ പന്തിന് ലഭിച്ചത് ചിദംബരക്കാണ്, ദിൻകറിന് ഉർവശിക്കാണ്, അഗ്ഗേജിക്ക് കിത്തനി നാവ് മേം കിത്തനി ബാർ എന്ന കൃതിക്കാണ്, മഹാദേവി വർമ്മയ്ക്ക് യാമക്കാണ്. ഇത് നാലും നമ്മൾ ക്ലിയറായിട്ട് പഠിച്ചു വെക്കുക. ബാക്കി വരുന്നതൊക്കെ എന്താണ്? സമ്പൂർണ്ണ സാഹിത്യത്തിനാണ്. ഇനി വരുന്ന എല്ലാ റൈറ്റേഴ്സിനും സമ്പൂർണ്ണ സാഹിത്യത്തിനാണ് ജ്ഞാനപീഠം ലഭിച്ചിട്ടുള്ളത്, ഹിന്ദിയിൽ കേട്ടോ. അപ്പോൾ നരേഷ് മെഹ്തക്ക് നമ്മൾ പറഞ്ഞു 1992 സമ്പൂർണ്ണ സാഹിത്യത്തിന് ലഭിച്ചു. അതേപോലെ നിർമ്മൽ വർമ്മ, നെക്സ്റ്റ് വരുന്നത് നിർമ്മൽ വർമ്മയാണ്, 1999 ലഭിച്ചത്, അതും സമ്പൂർണ്ണ സാഹിത്യമാണ്. നെക്സ്റ്റ് കുംവർ നാരായണനാണ് വരുന്നത്, 2005 അദ്ദേഹത്തിന് ലഭിച്ചത്. കുംവർ നാരായൺ സമ്പൂർണ്ണ സാഹിത്യം തന്നെയാണ്. നെക്സ്റ്റ് വരുന്നത് അമർകാന്ത് ഏവം ശ്രീലാൽ ശുക്ൽ. അപ്പോൾ രണ്ടുപേരാണ്, അമർകാന്ത് ഏവം ശ്രീലാൽ ശുക്ൽ. അമർകാന്ത് ഏവം ശ്രീലാൽ ശുക്ലിനാണ് 2009 ലഭിച്ചത്, അതും സമ്പൂർണ്ണ സാഹിത്യത്തിനാണ്. പിന്നെ കേദാർനാഥ് സിംഗ് 2013 സമ്പൂർണ്ണ സാഹിത്യത്തിനാണ് ലഭിച്ചത്. പിന്നെ കൃഷ്ണ സോപതി 2017 ലഭിച്ചു, അതും സമ്പൂർണ്ണ സാഹിത്യത്തിനാണ്. കൃഷ്ണ സോപതിക്ക് 2017 ലഭിച്ചത്, സമ്പൂർണ്ണ സാഹിത്യത്തിനാണ്. ഇപ്പോൾ അതായത് 2025 അല്ലെങ്കിൽ 2024 എന്നിങ്ങനെയും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. 24, 25 എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഹിന്ദിയിൽ ആർക്കാണ് ജ്ഞാനപീഠം ലഭിച്ചത് എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയേണ്ടത് വിനോദ് കുമാർ ശുക്ല. ലേറ്റസ്റ്റ് ആയിട്ട് ഹിന്ദിയിൽ ലഭിച്ചത് 59ാം ജ്ഞാനപീഠം ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. കഥാകൃത്തും കവിയും കോളമിസ്റ്റൊക്കെ ആയിട്ടുള്ള വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് 59ാം ജ്ഞാനപീഠം ലഭിച്ചിട്ടുള്ളത്. ലേറ്റസ്റ്റ് ആയിട്ട് ഹിന്ദി ജ്ഞാനപീഠം ലഭിച്ചിട്ടുള്ളത്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ അദ്ദേഹം ഛത്തീസ്ഗഡിലെ എഴുത്തുകാരനാണ് കേട്ടോ. അദ്ദേഹം എവിടെ നിന്നുള്ളതാണെന്ന് ക്വസ്റ്റ്യൻ വന്നാൽ ഛത്തീസ്ഗഡിലാണ്. പിന്നെ അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് വർക്ക് എന്ന് പറയുന്നത് എന്താണ്? നൗക്കർ കി കമീസ് എന്ന നോവൽ സിനിമയാക്കിയിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു അല്ലേ? നിങ്ങളെല്ലാവർക്കും അറിയുന്നതായിരിക്കും, എങ്കിലും ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ. പിന്നെ 1990 അദ്ദേഹത്തിന് എന്തുണ്ട്? സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജ്ഞാനപീഠ പുരസ്കാരമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഫസ്റ്റ് ജി ശങ്കരക്കുറുപ്പിന് ഓടക്കുഴൽ എന്ന കൃതി. ഫസ്റ്റ് മഹിളാ എഴുത്തുകാരി ആരാണ്? ആശാപൂർണ ദേവി, ബംഗ്ല എഴുത്തുകാരി. ലാസ്റ്റ് കിട്ടിയത് ആർക്കാണ്? വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. അത് ഹിന്ദിയിലാണ് കേട്ടോ, ഹിന്ദി എഴുത്തുകാരനാണ് അദ്ദേഹം. ഹിന്ദിയിൽ ഫസ്റ്റ് കിട്ടിയ എഴുത്തുകാരൻ ആരാ ചോദിച്ചാൽ പന്ത്ജിയാണ്. പന്ത്ജിയുടെ ചിദംബര. പന്ത് കഴിഞ്ഞാൽ ആർക്കാണ് കിട്ടിയത്? ദിൻകറിനാണ്, ഉർവശിക്കാണ് കിട്ടിയത്. അഗ്ഗേജിയുടെ കിതനി നാവ് മേം കിതനി ബാർ എന്ന കൃതിക്കാണ് കിട്ടിയത്. മഹാദേവി വർമ്മയുടെ യാമയ്ക്കാണ്. പിന്നെ വരുന്ന നരേഷ് മെഹ്തി, നിർമ്മൽ വർമ്മ, കുംവർ നാരായൺ, അമർകാന്ത് ഏവം ശ്രീലാൽ ശുക്ൽ, കേദാർനാഥ് സിംഗ്, കൃഷ്ണ സോപതി, വിനോദ് കുമാർ ശുക്ല ഇവർക്കൊക്കെ കിട്ടിയിട്ടുള്ളത് സമ്പൂർണ്ണ സാഹിത്യത്തെ ബേസ് ചെയ്താണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ജ്ഞാനപീഠം ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഹിന്ദിയിലെ ജ്ഞാനപീഠവും ആദ്യത്തെ ജ്ഞാനപീഠവും അവസാനത്തെ ജ്ഞാനപീഠവും നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ധന്യവാദ്.